ഉത്തർപ്രദേശിൽ നിന്ന് സുപ്രധാനമായിട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരികയാണ്. യോഗി ആദിത്യനാഥ് ഇപ്പോൾ മഹാകുംഭമേളയുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ നേരിട്ടിറങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. യോഗി ആദിത്യനാഥ് നേരിട്ട് സ്ഥലങ്ങൾ സന്ദർശിക്കുന്നു. ഉദ്യോഗസ്ഥരെ പൂർണ്ണമായും മുഴുവനായും എന്തുകൊണ്ടാണ് ഇത് ചെയ്യാത്തത് എന്ന രീതിയിൽ ഉദ്യോഗസ്ഥരോട് വലിയ രീതിയിലുള്ള ചോദ്യശരങ്ങൾ ഉന്നയിക്കുന്നു. ഉദ്യോഗസ്ഥർ യോഗിയുടെ മുന്നിൽ നിന്ന് വിയർക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഉത്തർപ്രദേശ് മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നത്. എന്തായാലും യോഗി ആദിത്യനാഥ് നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. അതായത് മഹാകുംഭമേളയെ തകർക്കാൻ വിദേശ ശക്തികളും ബാഹ്യശക്തികളും ഖലിസ്ഥാനെ പോലുള്ളവരും ഇടപെടുന്നു. കുംഭമേളയിൽ ഭാഗ്യശക്തികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായി വലിയ രീതിയിലുള്ള ഒരു അന്വേഷണ സംഘത്തെ തന്നെയാണ് യോഗി ആദിത്യനാഥ് ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് പുറത്തു വരുന്നത്. നമുക്ക് നേരത്തെ അറിയാം, കുംഭമേളയിലെ ടെന്റുകളെല്ലാം കത്തി 1 കോടി രൂപ നാശനഷ്ടം വന്ന ആ സാഹചര്യത്തിൽ ഖലിസ്ഥാൻ ഭീകരവാദ സംഘടന അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുന്നു. യോഗിയുടെ ചോരയ്ക്കായി ഞങ്ങൾ ദാഹിക്കുന്നു എന്നാണ് ഖലിസ്ഥാൻ ഭീകരവാദ സംഘടനകൾ പറഞ്ഞത്. പോരാത്തതിന് കുംഭമേളയിൽ നിന്നുണ്ടാകുന്ന വരുമാനം, അതായത് 1.5 ലക്ഷം കോടിയിലേറെ വരുമാനമാണ് ഉത്തർപ്രദേശിന് കിട്ടുന്നത്. മുഴുവൻ ടേൺ ഓവർ 4 ലക്ഷം കോടിയാണ്. നമ്മുടെ രാജ്യത്ത് മറ്റു രാജ്യങ്ങളെ ഒന്നും ആശ്രയിക്കാതെ നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന ഒരു ഫെസ്റ്റിവൽ, നമ്മുടെ ആഭ്യന്തര ഉത്പാദനം തന്നെ ഇത് കൂടുമ്പോൾ പല വിദേശ ശക്തികൾക്കും അത് വലിയ രീതിയിലുള്ള അസ്വസ്ഥത സൃഷ്ടിക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. എന്തായാലും ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മഹാകുംഭത്തിലെ പ്രധാന അമൃത സ്നാന ഉത്സവമായ മൗനി അമാവാസി ദിനത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് വലിയ രീതിയിലുള്ള അപകടമുണ്ടായിരുന്നു. ആൾക്കാർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സംഗമ സ്ഥലത്ത് യോഗി നേരിട്ട് ഹെലികോപ്റ്ററിൽ പറന്നിറങ്ങി എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഹെലികോപ്റ്ററിൽ നിന്നിറങ്ങി നേരിട്ട് സംഗമ സ്ഥലത്തേക്ക് യോഗി നടന്നു നീങ്ങി. ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ട് യോഗി ആദിത്യനാഥ് വിവരങ്ങൾ ശേഖരിച്ചു എന്നും അറിയാൻ സാധിക്കുന്നു. ജനക്കൂട്ടത്തെ നിങ്ങൾ നിയന്ത്രിക്കാൻ എന്ത് ചെയ്തു എന്നാണ് യോഗി ആദിത്യനാഥ് ആദ്യമായി ചോദിച്ചത്. രണ്ടാമത് യോഗി ചോദിച്ചത് എന്ത് അടിയന്തര നടപടികളാണ് നിങ്ങൾ ഇവിടെ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ സ്വീകരിച്ചത് എന്നാണ്. പോരാത്തതിന് ഫെയർ ഓഫീസർ വിജയ് കിരൺ ആനന്ദ് എന്താണ് അവിടെ നടന്നത് എന്ന് വിശദീകരിച്ചു. അതായത് ലക്ഷക്കണക്കിന് ആൾക്കാർ, ഞങ്ങൾക്ക് നിയന്ത്രിക്കാവുന്നതിലും കഴിയുന്നതിലും വലിയ ആൾക്കാർ അവിടേക്ക് വരികയായിരുന്നു. ബ്രാഹ്മ മുഹൂർത്തത്തിൽ അവർ പുണ്യപുരാതനമായി കരുതുന്ന സ്നാനത്തിനായി അവർ ലക്ഷക്കണക്കിന് ആൾക്കാർ ബാരിക്കേഡുകൾ തള്ളി ഭക്തർ മുന്നേക്ക് വരികയായിരുന്നു. പിറകിൽ നിൽക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ മുന്നിലേക്ക് തള്ളുകയായിരുന്നു എന്നാണ് പറയുന്നത് ഫെയർ ഓഫീസർ. പരിക്കേറ്റവരെ ഉടനെ തന്നെ ഞങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് ഞങ്ങൾ വളരെ വലിയ ജാഗ്രത പുലർത്തിയിരുന്നു. ബ്രാഹ്മ മുഹൂർത്തത്തിലുണ്ടായ ഒരു മിസ്റ്റേക്കാണ് ഇതെന്നാണ് പറയുന്നത്. യോഗി ആദിത്യനാഥിന് വിശദ വിവരങ്ങളാണ് അദ്ദേഹം നൽകിയത്. സംഭവം നടന്ന ഉടൻ ഉത്തർപ്രദേശിൽ രക്ഷാപ്രവർത്തനം ത്വരിതഗതിയിൽ തുടങ്ങി. മേളയുടെ സെൻട്രൽ ഹോസ്പിറ്റൽ മുതൽ SRN ബെയ്ലി ആശുപത്രികൾ വരെ അതീവ ജാഗ്രതയാണ് യോഗി ആദിത്യനാഥ് നേരിട്ടിറങ്ങി നൽകിയിരിക്കുന്നത്. എല്ലാ ഡോക്ടർമാരെയും ജീവനക്കാരെയും യോഗി നേരിട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു. DAG വൈഭവ് കൃഷ്ണ സേനയെ കൊണ്ടുവന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ അവിടെ നിയന്ത്രണം നടത്തുകയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി വരുന്ന സ്നാനം മൂന്നാമത്തേതും അവസാനത്തേതും അതിവിശിഷ്ടവുമായിട്ടുള്ള അമൃത സ്നാന ഉത്സവമായിട്ടുള്ള വസന്ത പഞ്ചമിക്ക് ഒരുക്കുന്ന ക്രമീകരണങ്ങൾ യോഗി നേരിട്ടാണ് നടത്തുന്നത്. ആ ക്രമീകരണങ്ങൾ യോഗി വിലയിരുത്തി. ഒരു തരത്തിലും ബാഹ്യശക്തികൾ അതിൽ നുഴഞ്ഞു കയറരുത് എന്നാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നത്. സ്നാനഘട്ടങ്ങൾ മുതൽ തിരിച്ചു പോകുന്ന പാർക്കിംഗ് സ്ഥലങ്ങൾ വരെ സൂക്ഷ്മമായ കണ്ണുകൾ ഉണ്ടായിരിക്കണം, വല വിരിച്ചിരിക്കണം എന്നാണ് യോഗി പറഞ്ഞിരിക്കുന്നത്. ഭാഗ്യശക്തികൾ നുഴഞ്ഞു കയറാതിരിക്കാൻ ഇൻബൗണ്ട് ഔട്ട്ബൗണ്ട് റൂട്ടുകളിൽ പ്രത്യേക ശ്രദ്ധ വേണം എന്നും യോഗി പറഞ്ഞിരിക്കുന്നു. ഭക്തരുടെ സൗകര്യത്തിനാണ് നിങ്ങൾ പരമാവധി ഊന്നൽ നൽകേണ്ടത് എന്നും യോഗി പറഞ്ഞിരിക്കുന്നു. ചീഫ് സെക്രട്ടറി മനോജ് കുമാർ, DGP പ്രശാന്ത് കുമാർ, ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ എല്ലാവരും സ്ഥലത്തെത്തി ഇപ്പോൾ വൻ ജാഗ്രതയാണ് സ്ഥലത്ത് പുലർത്തുന്നത് എന്നും അറിയാൻ സാധിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.